ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. ഇത് വളരെ ലളിതവും അത്ര ശക്തവുമായ ഒരു നിയമമാണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അറിവ് പറയുന്നത് നിങ്ങൾ ഒരു വസ്തുവിനെ തള്ളിയാൽ ആ വസ്തു നിങ്ങൾ തള്ളിയ അതേ ബലത്തോടെ പ്രതികരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓരോ ശക്തിക്കും അതുപോലെ തിരിച്ചുള്ള ശക്തി ഉണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബോട്ട് തടാകത്തിലേക്ക് തള്ളിയാൽ ബോട്ട് മുന്നോട്ടു പോകും, പക്ഷേ നിങ്ങളുടെ കൈ പിന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭൂമിയും നമ്മുടെ പാദത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. ഈ സ്വഭാവമാണ് ന്യൂട്ടൺ തേർഡ് ലോ പറയുന്നത്. ഇത് നമ്മുടെ ദിനാചാരത്തിലും ബഹിരാകാശത്തിലും ചലനത്തിന്റെ അടിസ്ഥാന നിയമമാണ്. ിലേക്ക് ഉയരുമ്പോൾ അതേസമയം ഭൂമിക്കും ഒരു ചെറിയ ഇതുകൊണ്ടാണ് റോക്കറ്റിന് ഉയരാൻ കഴിയുന്നത്. അങ്ങനെ ന്യൂട്ടൺ തേർഡ് ലോ നമ്മെ പഠിപ്പിക്കുന്നു ചലനങ്ങൾ ഒരേ സമയം പരസ്പര ബന്ധമുള്ള ശക്തികളിലൂടെ സംഭവിക്കുന്നു എന്നതാണ്. ഓരോ പ്രവൃത്തിയും ഒരു പ്രതികരണത്തെ ഉളവാക്കും. അത് നമ്മുടെ ലോകത്തെ ഗണിതപരമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു.